ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈ ജപമാലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും മിനിമം കേട്ടു മനസ്സിലാക്കിയിട്ട് വേണം ഇനി ജപമാല പ്രാർത്ഥിക്കാൻ. ഈ മൃതശരീരം പെട്ടിയിൽ അണിയിച്ചൊരു കിടത്തുമ്പോൾ കയ്യിലൊരു കൊന്ത പിടിച്ചിട്ടില്ലേ? അമ്മച്ചി പ്രാർത്ഥിച്ചിരുന്ന ഒരു കൊന്ത, അതിങ്ങനെ പിടിച്ചു അവസാനം കുഴിയിലോട്ട് വെക്കുന്നതിന് മുമ്പ് കണ്ടിട്ടില്ലേ ഇതിങ്ങനെ എടുത്ത് മക്കളുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്ക്, അത് അന്നേ തുടങ്ങിയതാ. എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ കൈകളിൽ എടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആവശ്യമായിരുന്നു. ആൻഡ് ദാറ്റ് സ്വോർഡ് ഈസ് ദ റോസറി സ്വോർഡ്. ജപമാല എന്ന വാള്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, അതെവിടെ നിന്ന് വരുന്നതാണത്? തിരുവചനമാണ്. മറിയമാണ് വാതിൽ, മറിയമാണ് കവാടം. അവള് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു കൊടുത്ത സമ്മതത്തേലാണ് രക്ഷഭൂമിയിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയണം. അപ്പോ ചിലർ ചോദിക്കും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈ പ്രാർത്ഥന ആരുണ്ടാക്കിയ? സഭ ഉണ്ടാക്കിയതാണോ? ഒത്തിരി പേര് പരിശുദ്ധി അമ്മയോട് ഭക്തിയുള്ളവരുണ്ട്. അത് ഡിനോമിനേഷൻസിനും അപ്പുറത്ത്, റിലീജിയനും അപ്പുറത്തേക്ക് ഒത്തിരി പേരുടെ ഭക്തിയുടെ വിഷയമാണ് ജപമാല. അപ്പൊ അത് പ്യുവർലി സ്ക്രിപ്ചർ ആണെന്ന് മനസ്സിലാക്കുക. ആയുധധാരികളായി കുരിശുദ്ധത്തിന് പോയവരുടെ അരയില് എന്തും കൂടെ ഉണ്ടായിരുന്നു? ഈ പ്രയർ ബീഡ്സും കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയത് ഒരു സ്പിരിച്വൽ വെപ്പണാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവോണ്ട വിഷമയ്യ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതിനുവേണ്ടി ഉപയോഗിച്ച ജപമണികൾ എങ്ങനെയാണ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനകളിലേക്ക് വഴിമാറിയത്? ആദ്യ നൂറ്റാണ്ട് മുതൽ, മിശിഹാ രഹസ്യങ്ങൾ മുതൽ 13-ാം നൂറ്റാണ്ട് വരെ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ ചരിത്രത്തിൽ ഇടപെട്ട് ഒരു ആയുധം ഒരുക്കിയത്? എന്ത് രസമാണെന്നറിയോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ? എന്തൊരു പ്ലാൻ ആയിരുന്നു അത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദ റോസറി പാത്ത്, ജപമാലയുടെ വഴി. ഒക്ടോബർ മാസം ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ജപമാലയെക്കുറിച്ച് ഒരു വീഡിയോ, മേ ബി എ സീരീസ് ഓഫ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുമെന്ന്. തിരക്കുകളുടെ ആധിക്യം മൂലം നടന്നില്ല. പക്ഷേ കർത്താവിനോട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവേ ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ് ഒരു വീഡിയോ എങ്കിലും ഒന്ന് തുടങ്ങി വെക്കാൻ ചെയ്യാൻ സാധിക്കണമേ എന്ന്. അത് സംഭവിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ തിരക്ക് പിടിച്ച് കാണേണ്ടതല്ല. ഒട്ടും സമയമില്ലാത്ത നേരത്ത് ഈ ക്യാപ്സ്യൂൾ പരുവത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടു മാറേണ്ടതല്ല. സമയമുള്ളപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു തവണയല്ല പല ആവർത്തി കേൾക്കേണ്ടതാണ്. ഇതൊരു നേരത്തേക്കുള്ള ഒരു വിചാരത്തിൻ്റെ പങ്കുവയ്ക്കലല്ല, മറിച്ച് ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈ ജപമാലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും മിനിമം കേട്ടു മനസ്സിലാക്കിയിട്ട് വേണം ഇനി ജപമാല പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കണം. ജപമാല എന്ന വലിയ രഹസ്യത്തെ 13-ാം നൂറ്റാണ്ടിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടത്, പക്ഷെ അതിനു മുമ്പേ ദൈവം ഒരുക്കിയ ഒരായുധം ഒരുക്കാൻ 13 നൂറ്റാണ്ടെടുത്ത് കർത്താവ് എല്ലാ മനുഷ്യരുടെയും കയ്യിൽ പിടിക്കാൻ ഒരു ആയുധം ഒരുക്കിയതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഇത് പ്രാർത്ഥിക്കാൻ. ഇന്ന് മേ ബി ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരിക്കും. അടുത്തത് എപ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ വരും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അത് അർപ്പിക്കാൻ. ഒത്തിരി സംശയങ്ങൾ ജപമാലയെക്കുറിച്ചുണ്ട്. എന്തിന് ഇങ്ങനൊരു പ്രാർത്ഥന? ഒരേ പ്രാർത്ഥന തന്നെ ഇങ്ങനെ ആവർത്തിച്ചെല്ലുന്നത് എന്തിന്? 13-ാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയതാണ്. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം? ഈ മാതൃഭക്തി, പലവിധ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇന്ന് ഈ 1-ാം എപ്പിസോഡിൽ ദ റോസറി പാത്ത് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സീരീസിൻ്റെ 1-ാം എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ആദ്യ നൂറ്റാണ്ട് മുതൽ, മിശിഹാ രഹസ്യങ്ങൾ മുതൽ 13-ാം നൂറ്റാണ്ട് വരെ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ ചരിത്രത്തിൽ ഇടപെട്ട് ഒരു ആയുധം ഒരുക്കിയത് എന്നാണ്. ഒരു ആയുധം ഒരുക്കിയത്. എന്ത് രസമാണെന്നറിയോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ? എന്തൊരു പ്ലാൻ ആയിരുന്നു അത്. ഇങ്ങനെ ഒന്ന് ഇന്ന് നമ്മുടെ കൈകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ, കഴുത്തിൽ ധരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ കർത്താവ് ഒരുക്കിയ ഒരു രീതി നമുക്ക് ഈ ജപമാലയോട് സ്നേഹം കൂട്ടും. മിശിഹാ രഹസ്യങ്ങളെ കുറച്ചുകൂടി അടുത്തു ധ്യാനിക്കാൻ നമ്മളെ ഒരുക്കും. ഞാൻ ഇപ്പോഴും നമ്മുടെ സെഷനിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, മെല്ലെ ഒരുക്കുകയാണ്. ഒരു യാത്രയിലേക്ക്, ഒരു വഴിയാണിത്, ജപമാലയുടെ വഴിയാണിത്, റോസറി പാത്താണ്. അതിലേക്ക് നിങ്ങളെ മെല്ലെ ഒരുക്കുകയാണ്. ആരും ഓർത്തേക്കരുത് ഇത് കേവലം ഒരു മരിയൻ ഡിവോഷൻ മാത്രമാണെന്ന്. അങ്ങനെയല്ല. മിശിഹാ രഹസ്യങ്ങളെയാണ് ധ്യാനിക്കുന്നത്. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡിൽ കൂടുതൽ മനസ്സിലാകും. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ യാത്ര ആരംഭിക്കാം. 1-ാം എപ്പിസോഡിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം
ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് 13 നൂറ്റാണ്ടുകളിലൂടെ ഇതൊരുക്കപ്പെട്ടത്, ഇതിൻ്റെ ഘടകങ്ങളേത്, ഇതിൻ്റെ പശ്ചാത്തലം എന്ത്, അവസാനം ഇതൊരു വ്യക്തിയിലൂടെ സ്വർഗം നമുക്ക് നൽകുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് എങ്ങനെയൊക്കെ, അതിൻ്റെ ആൻറ്റിസിഡൻസ്, ഈ ആയുധമാണെന്ന്, ജപമാല ആയുധമാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്, കേവലം ഒരു ഭാഷാ പ്രയോഗമല്ലാതെ അതെങ്ങനെ ഒരു ആയുധമാകുന്നുവെന്ന്, ആയുധത്തിന് വേണ്ട മെറ്റീരിയൽ, അതിന് വേണ്ട റോ പ്രൊഡക്ട്സ് അതെങ്ങനെയാണ് കർത്താവ് ഒരുക്കിയത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായെ, പരിശുദ്ധ അമ്മയിലൂടെ മിശിഹാ രഹസ്യങ്ങളെ, നിന്റെ രക്ഷാക രഹസ്യങ്ങളെ ധ്യാനിക്കാൻ ഞങ്ങൾക്കായി സ്വർഗം നൽകിയിരിക്കുന്ന ജപമാലയെ കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഈ പരിശ്രമം നടത്തുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളെ നടത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് വേദപുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ സന്തതി, സർപ്പം. ഈ 3 ഇമേജസ് ഉൽപ്പത്തി പുസ്തകത്തിലുമുണ്ട്, വെളിപാട് പുസ്തകത്തിലുമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം. നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഒരു തവണ വെറുതെ അങ്ങ് കേട്ടു, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വെച്ച് എഴുതിയിട്ട് അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം റെഫറൻസ് ഒക്കെ വെച്ച് വേണം പോകാൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലും വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന ഇമേജറീസ് സ്ത്രീ, സ്ത്രീയുടെ സന്തതി, സർപ്പം. ഇവിടെ സ്ത്രീ നിശ്ചയമായും പരിശുദ്ധ കന്യകാമറിയം, സന്തതി അവളിൽ നിന്ന് പിറന്ന ഈശോ മിശിഹ, സർപ്പം പിശാച്. ഇവർ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ, ഈ പിശാചിനോട് സർപ്പത്തിൻ്റെ തല തകർക്കാൻ നടത്തുന്ന യുദ്ധത്തിൽ നമുക്കുള്ള ആയുധം എന്താണ്? ഒരു സംശയവും വേണ്ട. പിശാചിനെതിരെ, നാരകീയ ശക്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മുടെ ആയുധം പാസ്കൽ മിസ്റ്ററീസ് ആണ്. പാസ്കൽ മിസ്റ്ററീസ്, അതിനകത്തൊരു സംശയവും വരരുത്. ജപമാലയെ ആയുധമാണെന്ന് പറയുമ്പം ഈ ഈ ഈ ഈ മാലയല്ല ആയുധം, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വരുമ്പോൾ മണ്ടത്തരം പറ്റും. ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ കൾട്ട്. അതിൻ്റെ പുറകിലൊന്നുണ്ട്, പാസ്കൽ മിസ്റ്ററീസ്. രക്ഷാകര രഹസ്യങ്ങളിലൂടെയാണ് പിശാച്, നരകം തകർക്കപ്പെടുന്നത്. പാസ്കൽ മിസ്റ്ററീസ് ആണ്. അതിലൂടെയാണ് മരണത്തെ കർത്താവ് പരാജയപ്പെടുത്തിയത്, പിശാചിനെ, അവൻ്റെ തന്ത്രങ്ങളെ തകർത്തത്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, അടയ്ക്കപ്പെട്ട പർദീസ നമുക്കായി തുറന്നു തന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇതിനകത്ത് മറിയത്തിൻ്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മേരി, മദർ മേരി? ഉത്തരം, അവൾ രക്ഷകൻ്റെ അമ്മയാണ്. അവൾ രക്ഷകൻ്റെ അമ്മയാണ്. അവൾ പുതിയ ഹൗവായാണ്. സകല മനുഷ്യരുടെയും അമ്മയാണ് അവൾ. ആദ്യത്തെ അമ്മ പാപം ചെയ്ത് ശിക്ഷ മനുഷ്യകുലത്തിന് വാങ്ങിത്തന്നെങ്കിൽ ഇവൾ രക്ഷ നമുക്കായി വാങ്ങിത്തന്ന പുതിയ ഹൗവയാണ്. ക്വീൻ, മദർ ഓഫ് ദ സേവിയർ, രക്ഷകൻ്റെ അമ്മയായ രാജ്ഞിയാണ് മറിയം. അവളുടെ ആഗ്രഹം എന്താ? ഹെർ സോൾ ഡിസയർ ഈസ്, അവളുടെ ആഗ്രഹം ഈ സെർവ് ദ കിങ്, രാജാവിനെ ശുശ്രൂഷിക്കുക. ആരാണത്? മിശിഹ തമ്പുരാൻ. ഒപ്പം അഡോപ്റ്റഡ് ചിൽഡ്രൻ, തൻ്റെ ദത്തുമക്കളെ, മിശിഹ വഴി തനിക്ക് നൽകപ്പെട്ട തൻ്റെ മക്കളെ തൻ്റെ ആദ്യജാതൻ്റെ ഇമേജിനോട്, സാദൃശ്യത്തോട് ചേർത്ത് നിർത്തുക. അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷകന്, രാജാവിനെ അവൾ ശുശ്രൂഷിക്കുന്നു. ഒപ്പം അഡോപ്റ്റഡ് ചിൽഡ്രനെ, തൻ്റെ ദത്തുമക്കളെ, മിശിഹായിൽ നൽകപ്പെട്ട മക്കളെ തൻ്റെ ആദ്യജാതന്, തൻ്റെ ഫസ്റ്റ് ബോണിന് സദൃശരായി ഒരുക്കിയെടുക്കുക എന്നതാണ് അവളുടെ സഭയിലെ ശുശ്രൂഷ. ഇതറിയാവുന്ന സൈത്തൻ, പിശാച്, അവൻ എന്ത് ചെയ്യും? പിശാച് അവളെയും അവളുടെ സന്തതികളെയും വെറുക്കും. പിശാചിനത് അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചിനറിയാം മറിയത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത്. മറിയം എങ്ങനെയാണ് തൻ്റെ മക്കളെ മിശിഹായിക്ക് ചേർന്നവരായി, തിരുക്കുമാരന് ചേർന്നവരായി ഒരുക്കുന്നത് എന്നറിയാവുന്ന പിശാച് അവളെ വെറുക്കും. അവൾക്കെതിരെയും അവളുടെ മക്കൾക്കെതിരെയും അവൻ ആക്രമണം അഴിച്ചുവിടും. റവലേഷൻ, വെളിപാട് പുസ്തകം 12:17 നമുക്കിത് കാണാൻ പറ്റും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം. 1 പത്രോസ് 5:8, ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറി നടക്കുന്ന സിംഹം, അതാണ് പിശാച്. അപ്പോൾ പിശാച് അവൻ ആക്റ്റീവ്ലി ഇതിനെതിരെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊരായുധം വേണം. നിരന്തരം ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിലും.
പിശാചിനെതിരെ നമ്മൾ ഈ പോരാട്ടത്തിലാണ്. നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും പിശാചിനെതിരെ ഈ യുദ്ധം നടത്തുമ്പോൾ മക്കളുടെ ദൈവജനത്തിൻ്റെ കൈകളിൽ പിടിക്കാൻ ഒരു ആയുധം വേണം. തീർച്ചയായും മിശിഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ പരിശുദ്ധ കുർബാനയും നമ്മുടെ ലിറ്റർജി, കൂദാശകൾ, ഇതൊക്കെ പിശാചിനെതിരെയുള്ള ആയുധമാകുമ്പോഴും എല്ലാവർക്കും, കോമൺ പീപ്പിളിന്, എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ കൈകളിലെടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആവശ്യമായിരുന്നു. ആയുധത്തിന് ഉറപ്പായിട്ടും ആയുധം രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? പാസ്കൽ മിസ്റ്ററീസ് കൊണ്ട്, രക്ഷാകര രഹസ്യങ്ങൾ കൊണ്ട്. കാരണം ആ രക്ഷാകര രഹസ്യങ്ങൾക്കാണ് പിശാചിനെ തകർക്കാൻ പറ്റുന്നത്. അപ്പോൾ രക്ഷാകര രഹസ്യങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത, എല്ലാവർക്കും ആക്സസിബിളായ, കോമൺ പീപ്പിളിന് വരെ കരങ്ങളിൽ പിടിച്ചുപയോഗിക്കാവുന്ന ഒരു ആയുധം, ഒരു വാള്, ഒരു സ്വോർഡ് കർത്താവ് ഒരുക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് സ്വോർഡ് ഈസ് ദ റോസറി സ്വോർഡ്. ജപമാല എന്ന വാള്. ജപമാല കാലം, സ്വർഗം ദൈവമക്കൾക്കായി ഒരുക്കി നൽകിയ ആയുധമാണെന്ന്, വാളാണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു ആയുധം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മോൾഡ് വേണം, അല്ലേ? ഒരു മോൾഡിനകത്തേക്കല്ലേ ഒരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഈ മോൾഡ് എന്താ? ഈ മോൾഡ് ദൈവവചനമാണ്. ഇത് നിങ്ങൾ കണക്റ്റഡായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഓർഡറിലാണിത് പറഞ്ഞു പോകുന്നത്. ഞാൻ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ടാണ് സാധാരണ ഞാൻ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞത് പിന്നെയും പറയാത്തത്. കാരണം വീഡിയോ അല്ലേ, നിങ്ങളുടെ കയ്യിലല്ലേ അതിൻ്റെ ഫോർവേഡും ബാക്ക്വേഡും ഒക്കെ ഇരിക്കുന്നത്. ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകും. ഇത് അത്യാവശ്യം ലെങ്തി ആകും, അതിലും ലെങ്തി ആകാതിരിക്കാനുള്ള ശ്രദ്ധയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു ആയുധം ഒരുക്കുമ്പോൾ അതിന് മോൾഡ് വേണം. ആ മോൾഡ് ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചതെന്താണ്? ഒഴിക്കുന്ന ഈ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ റോ മെറ്റീരിയൽ എന്താണ്? റോ മെറ്റീരിയൽ ഒന്ന്, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഇതിനുള്ളിലേക്ക് ഒഴിച്ചു. ഇന്നിത് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കയ്യിലിരിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണിത് ഒരുക്കിയെടുത്തതെന്നാണ്. അവർ ഫാദർ ഒഴിച്ചു, പിന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒഴിച്ചു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന ഒഴിച്ചു. എന്നിട്ടോ ഇതിനെയും അടിച്ചു പരത്തി കയ്യിൽ പിടിക്കാൻ ഫോർജ് ചെയ്തെടുക്കണ്ടേ? മോൾഡിലേക്ക് ഒഴിച്ചിട്ട് എന്നിട്ടത് സെറ്റായി കഴിയുമ്പോൾ അടിച്ചു പരത്തി, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ ആയുധത്തിൻ്റെ കാറ്റഗറീസ് ആണ്, ഓർത്താൽ മതി കേട്ടോ. ഇത് കയ്യിൽ പിടിക്കാൻ പാകത്തിലാക്കിയെടുക്കണ്ടേ? ആ കയ്യിൽ പിടിക്കാൻ പാകത്തിൽ ആക്കിയെടുത്തതാണ് എന്ത്? ബീഡ്സ്, പ്രാർത്ഥന, ജപമണികൾ, ബീഡ്സ്. അപ്പോൾ എന്നിട്ട് അതിനെ ഇങ്ങനെ 50ൻ്റെ സെറ്റാക്കി വെച്ചത് 150 തുടങ്ങി. ജോൺ ബോൾട്ടൺ മാർപ്പാപ്പ അതിനെ 203 മണിയാക്കി മാറ്റിയത്. അപ്പോൾ അത് മരിയൻ സാൾട്ടർ, സാംസ് 150 സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം, മരിയൻ സാൾട്ടർ. ഇത്രയും കാര്യങ്ങൾ, ഈ 4 ഫാക്ടേഴ്സാണ് റോസറിയുടെ ആൻറ്റിസിഡൻസ് എന്ന് ഓർക്കണം. റോസറിയുടെ ആൻറ്റിസിഡൻസ്, അതായത് ജപമാല ഒരുക്കുവാൻ അതിന് മുമ്പേ നമ്മൾ ഉപയോഗിച്ച റോ മെറ്റീരിയലാണ് ഈ 4 കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ സെഷൻ. അതിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അതെങ്ങനെയാണ്? ചരിത്രത്തിലൂടെ. കേവലം 13-ാം നൂറ്റാണ്ടിൽ സ്വിച്ചിട്ട പോലെ ഇതിങ്ങനെ ആയി വരികയായിരുന്നില്ല, അങ്ങനെ ഓർക്കരുത്. 13-ാം നൂറ്റാണ്ടിൽ സ്വിച്ചിട്ട പോലെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വരികയല്ല. ഇതിനെ ചരിത്രം ഒരുക്കിയതാണ്, ദൈവം ഒരുക്കിയതാണ്. ഡിവൈൻ ക്രാഫ്റ്റ്മാൻ തിരുസഭയുടെ വർക്ക്ഷോപ്പിൽ ഒരുക്കിയെടുത്ത ഒരു മൂശാരി ഒരു ആയുധം ഒരുക്കിയെടുക്കുന്നത് പോലെ, പണിശാലയിൽ ആയുധം ഒരുക്കിയെടുക്കുന്നത് പോലെ ദി ഡിവൈൻ ക്രാഫ്റ്റ്മാൻ, എല്ലാം ഒരുക്കിയ സൃഷ്ടാവ്, പരിപാലകൻ, സഭ എന്ന വർക്ക്ഷോപ്പിൽ നമുക്കായി കാലമെടുത്ത് സമയമെടുത്ത് ഒരുക്കിയെടുത്ത ആയുധമാണ് ജപമാല. അതിൻ്റെ ആൻറ്റിസിഡൻസ്, അതിൻ്റെ റോ മെറ്റീരിയൽസ്, 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തത് ഹെയിൽ മേരി എന്ന പ്രാർത്ഥന. അതാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ്, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. രണ്ടാമത്തത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. മൂന്നാമത്തത് ബീഡ്സ്, ജപമണികൾ. നാലാമത്തത് അതിൻ്റെ ഈ ക്രമം, മരിയൻ സാൾട്ടർ, ഇങ്ങനെ പീസാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് എലമെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ഹെയിൽ മേരി, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഫസ്റ്റ് എലമെൻറ്റ് ഏത്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അതെവിടെ നിന്ന് വരുന്നതാണത്? തിരുവചനമാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഞ്ചലിക് സല്യൂട്ടേഷൻ, മാലാഖയുടെ അഭിസംബോധന. ഏഞ്ചലിക് സല്യൂട്ടേഷൻ, ഇത് ഓർത്ത് വെച്ചേക്കണം. ഏഞ്ചലിക് സല്യൂട്ടേഷൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി എന്ന് മാലാഖ വിളിച്ചത്.
ഇതെങ്ങനെ ഇത് തുടക്കത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ കാരണം അതായിരുന്നു രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം. കവാടം തുറക്കുകയായിരുന്നു. മറിയത്തിലൂടെയാണ് ദൈവം ഒരുക്കിയ രക്ഷ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കണം. മറിയത്തിൻ്റെ സമ്മതത്തിലാണ് രക്ഷയുടെ ആരംഭം. മറിയമാണ് വാതിൽ, മറിയമാണ് കവാടം. അവള് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കൊടുത്ത സമ്മതത്തിലാണ് രക്ഷ ഭൂമിയിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയണം. അപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ സമാധാനം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ചൊല്ലുന്ന നേരത്ത് രക്ഷയുടെ ആരംഭം ഓർക്കണം. അതാണ് രക്ഷയുടെ ആരംഭം, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് സാൽവേഷൻ. ആ പ്രാർത്ഥനയാണ്, അതിൻ്റെ തുടക്കമാണ്. എന്നിട്ട് ആറാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ ഏഞ്ചലിക് സല്യൂട്ടേഷനും അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഏതാ അതിൻ്റെ സെക്കൻഡ് പാർട്ട്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അടുത്തത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ. ഈ രണ്ട് വാക്കുകൾ ഓർത്ത് വെച്ചേക്കണേ. ആദ്യത്തത് ഏഞ്ചലിക് സല്യൂട്ടേഷൻ, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത്. രണ്ടാമത്തത് ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ, അത് ആരോട് പറഞ്ഞത്? എലിസബത്ത്, ഇളയമ്മയായ ഏലീഷ്ബ മറിയത്തോട് പറഞ്ഞത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. അങ്ങനെ നമ്മളിപ്പോൾ ചെല്ലുന്ന ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യപ്പെട്ടു. ഏത് രണ്ടും കൂടെ? ഏഞ്ചലിക് സല്യൂട്ടേഷനും ഇവാഞ്ചലിക് സല്യൂട്ടേഷനും കൂടെ ബ്ലെൻഡ് ചെയ്യപ്പെട്ടു. ഗബ്രിയേൽ മാലാഖ മറിയത്തെ നോക്കി പറഞ്ഞതും എലിസബത്ത് മറിയത്തെ നോക്കി പറഞ്ഞതും കൂടെ ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം രൂപപ്പെട്ടത്. അത് മനസ്സിലാക്കേണ്ടത് 11-ാം നൂറ്റാണ്ട് വരെ ഈ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന അത്രേ ഉള്ളൂ. ഏത്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കഴിഞ്ഞു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന. സെക്കൻഡ് പാർട്ട് എന്താ? അത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന കയറി വരുന്നുണ്ട്. ഇന്റർസെഷൻ കയറി വരുന്നുണ്ട്. അത് പിന്നീടുള്ള ഡെവലപ്മെൻ്റ് ആണ്. 11-ാം നൂറ്റാണ്ട് വരെ നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മനസ്സിലാക്കുക. അത് മറിയത്തെ വണങ്ങുന്നതിൻ്റെ, മറിയത്തോടുള്ള ഡിവോഷൻ്റെ, ഭക്തിയുടെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഈ 1-ാം ഭാഗം. അത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഹെയിൽ മേരി എന്ന പ്രാർത്ഥന രൂപപ്പെട്ടു വന്ന വഴി 11-ാം നൂറ്റാണ്ട് വരെ. അതാദ്യം ഏഞ്ചലിക് സല്യൂട്ടേഷൻ, 6-ാം നൂറ്റാണ്ടായപ്പോൾ അതിനെ ഇവാഞ്ചലിക് സല്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തി. അത് രണ്ടും പ്യുവർലി വചനമാണ്. ചിലർ ചോദിക്കും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഈ പ്രാർത്ഥന ആരുണ്ടാക്കി, സഭ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ച് കത്തോലിക്ക തിരുസഭയെ അല്ലെങ്കിൽ ജപമാല, കത്തോലിക്ക തിരുസഭയെന്ന് മാത്രം പറയുന്നില്ല, കാരണം ഇന്ന് ജപമാല കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തേക്ക് ഒഴുകിയിരിക്കുകയാണ്. ഒത്തിരി പേര് പരിശുദ്ധി അമ്മയോട് ഭക്തിയുള്ളവരുണ്ട്. അത് ഡിനോമിനേഷൻസിനും അപ്പുറത്ത്, റിലീജിയനും അപ്പുറത്തേക്ക് ഒത്തിരി പേരുടെ ഭക്തിയുടെ വിഷയമാണ് ജപമാല. അപ്പോൾ അത് പ്യുവർലി സ്ക്രിപ്ചറാണെന്ന് മനസ്സിലാക്കുക. ഇനി ചോദിച്ചാൽ പറയണം, ഏഞ്ചലിക് സല്യൂട്ടേഷനും ഇവാഞ്ചലിക് സല്യൂട്ടേഷനും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് രൂപപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ചെല്ലുന്ന നന്മ നിറഞ്ഞ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമെന്ന് ഓർത്തേക്കുക. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ്, ആയുധത്തിൻ്റെ രണ്ടാമത്തെ കമ്പോണൻറ്റിലേക്ക് നമ്മൾ വരികയാണ്. എന്താണത്? അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന രൂപപ്പെടാൻ നൂറ്റാണ്ടുകളെടുത്തെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് നൂറ്റാണ്ടുകൾ വേണ്ട. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പാത്തർ നോസ്തർ ആബൂൻ ദബഷ്മയ്യ സുറിയാനിയിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ഗുരുവും നാഥനും രക്ഷകനുമായവൻ പഠിപ്പിച്ച കാലം തൊട്ട് അവൻ്റെ ജനത്തിൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളുടെയും മോഡലായി കരുതാവുന്ന പ്രാർത്ഥന. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥന, ഹൗ ടു പ്രേ എന്നതിൻ്റെ മോഡലായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന പാത്തർ നോസ്തർ ആവൂൻ ദബഷ്മയ്യ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 13-ാം ലയോ പാപ്പ, ഇന്ന് 14-ാം ലയോ പാപ്പയുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ 13-ാം ലയോ പാപ്പ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്നാം തരം കൊട്ടേഷനുണ്ട്. അതിങ്ങനെയാണ്: There is no language so fit to lead us to the majesty of God. There is no language so fit to lead us to the majesty of God as the language of the Lord's Prayer.
കർത്തൃ പ്രാർത്ഥന പോലെ ദൈവമഹത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മറ്റൊരു പ്രാർത്ഥന ഇല്ല എന്നാണ് ലയോ 13 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇനി രസം എന്താണെന്ന് വെച്ചാൽ 13-ാം നൂറ്റാണ്ട് വരെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഡിവൈൻ ക്രാഫ്റ്റ്മാനായ ദൈവം, എല്ലാറ്റിൻ്റെയും ഉടയവൻ, സൃഷ്ടാവ്, അവൻ ഒരുക്കിയ ആയുധമാണ് ഏത്? നമുക്കായി കാലമെടുത്ത് തിരുസഭയിൽ ഒരുക്കി നൽകിയ ആയുധമാണ് ജപമാല. അപ്പോൾ തിരുസഭ ഇതിൻ്റെ വർക്ക്ഷോപ്പാണ്, ഈ ആയുധത്തിൻ്റെ വർക്ക്ഷോപ്പാണ്, പണിശാലയാണ് തിരുസഭ. തിരുസഭയിൽ ഈ കമ്പോണൻസ് ഏതൊക്കെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആദ്യമേ തൊട്ടേ ഉണ്ട്. നന്മ നിറഞ്ഞ മറിയമേ മെല്ലെ ഇവോൾവ് ചെയ്ത് വന്ന പ്രാർത്ഥനയാണ്. ഈ പണിശാലയിൽ ഈ കമ്പോണൻസ് രണ്ടും രണ്ടായിട്ടിരിപ്പുണ്ടായിരുന്നെങ്കിലും ഇതിനെ ഒരുമിച്ച് 13-ാം നൂറ്റാണ്ട് വരെ ഒരു സ്പിരിച്വൽ ഫോർമുലയായി ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചത് ജപമാലയിലാണ്. ജപമാലയിലേക്ക് വന്നപ്പോഴാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയും കാലങ്ങളെടുത്ത് സഭയിൽ ഉരുത്തിരിഞ്ഞു വന്ന കൃപ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരുമിച്ച് സൈഡ് ബൈ സൈഡ് ഇരിപ്പുണ്ടായിരുന്നു. പണിശാലയിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ജപമാലയിലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത് രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുത്തു, ഫോർജ് ചെയ്ത് എടുത്തു ആയുധം. അപ്പോൾ ഈ ഫോർജ് ചെയ്ത് എടുക്കുന്ന എന്തിനാ? കൈ പിടിക്കാൻ. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ട ഏത് വിഷയമാണ്? ഇപ്പം നന്മ നിറഞ്ഞ മറിയമേ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പറഞ്ഞു. അടുത്തത് പറയേണ്ടത് ഏതാ? ബീഡ്സ്, ജപമണികൾ. ബീഡ്സ്. നിങ്ങൾ ഓർത്തേക്കരുതേ, ഈ ജപമാല, ഈ റോസറി വന്നപ്പോഴാണ് ഈ ജപമണികൾ വന്നതെന്ന്. അങ്ങനെ ഒട്ടുമല്ല കേട്ടോ, അത് മനസ്സിലാക്കിയെടുക്കണം. ആദ്യകാലം തൊട്ടേ ഈ ജപമണികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. ജപമണികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന, അതായത് ഇത് 3 നേരത്തെ ഉണ്ടെന്ന്. ഏതൊക്കെയാ? ജപമണികൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ. ഇതൊക്കെ ഇരിപ്പുണ്ട് അവിടെ. ഇതിനെല്ലാം കൂടി ഒരുമിച്ചാക്കി ഇങ്ങോട്ട് തന്നതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റോസറി എന്ന് മനസ്സിലാക്കുക. 3-ാം നൂറ്റാണ്ട് തൊട്ടേ ഈ ജപമണികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി നമുക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ അതിങ്ങനെ ജപമണികൾ, അല്ലെങ്കിൽ ഈ സ്മോൾ പെബിൾസ്, ഈ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ ഇല്ലേ, അതുപയോഗിച്ചൊക്കെ പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥനകൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാർത്ഥനകൾ ചിലപ്പോൾ ചില പെറ്റീഷൻസ്, ചില നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പെനൻസ്, പരിഹാര പ്രാർത്ഥനകൾ. ഉദാഹരണത്തിന് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഇത്ര പ്രാവശ്യം പാത്രനോസ്ത്ര ചെല്ലുന്നു, അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഈ പെബിൾസ്, ഈ കല്ലുകൾ ഇങ്ങനെ പെറുക്കി വെച്ച് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ലുകളൊപ്പം നഷ്ടപ്പെട്ടു, ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത ജപമാണെങ്കിൽ, ഈ മണികളാണെങ്കിൽ അതിങ്ങനെ, അതാണ് ജപമണികൾ, പ്രാർത്ഥനാമണികൾ എന്ന് വിളിക്കുന്നത്. ഇതിങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 13-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ ഈ ജപമണികളിലെ പ്രാർത്ഥന, ജപമണികൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും പാത്തർനോസ്തറാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവയാണ്, ആവുൻദവഷ്മയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് 15-ാം നൂറ്റാണ്ട് വരെ നമുക്ക് കാണാൻ പറ്റും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഇങ്ങനെ ജപമണികൾ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഭക്തി, ഒപ്പം ഒരു പരിഹാരം, പ്രായശ്ചിത്തം, അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. നമുക്ക് കാണാൻ പറ്റും പഴയ ആദ്യ നൂറ്റാണ്ടുകളിലെ ചില പെനിറ്റൻഷ്യൽ ബുക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കുമ്പസാരത്തിന് പരിഹാരം കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ സഭ പ്രസിദ്ധീകരിച്ചതിലൊക്കെ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഇത്ര ആവർത്തി ചൊല്ലി പ്രാർത്ഥിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പെനിറ്റൻഷ്യൽ ബുക്കിലൊക്കെ ഇത്ര സൂചനകൾ കിടക്കുന്നു. പിന്നെ ചിലർ ഈ മരിക്കുമ്പോൾ ഇവർ കാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ ജപമാലയുണ്ടല്ലോ, ഈ പാത്തർനോസ്തർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ജപമാല അവരുടെ ടൂമ്പിൽ തന്നെ വെക്കുമായിരുന്നു. അല്ലെന്ന് വരികിൽ, ഇവിടെയാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലെന്ന് വരികിൽ ഇവർ വളരെ ഡിയറായിട്ട് കൊണ്ടു നടന്ന ഈ പ്രയർ ബീഡ്സ് ഉണ്ടല്ലോ, ഇവരുടെ ആത്മീയതയുടെ ഭാഗമായിരുന്ന ഈ പ്രാർത്ഥനാ മണികൾ എന്ത് ചെയ്യും? ഇവരുടെ മരണം അടുക്കുമ്പോൾ, അല്ലെങ്കിൽ മരണനേരത്ത് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൈമാറും. ഇനി നമ്മൾ നമ്മുടെയൊക്കെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊന്തയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ മൃതശരീരം പെട്ടിയിൽ അണിയിച്ചൊരു കിടത്തുമ്പോൾ കയ്യിലൊരു കൊന്ത പിടിച്ചിട്ടില്ലേ? നമ്മൾ അന്ന് പോയി പുതിയത് വാങ്ങിച്ചുകൊണ്ടിടും. പക്ഷെ കുറേ കൂടെ മീനിങ് ഫുൾ ഈ അമ്മച്ചി പ്രാർത്ഥിച്ചിരുന്ന ഒരു കൊന്ത അതിങ്ങനെ പിടിച്ചു. അവസാനം കുഴിയിലോട്ട് വെക്കുന്നതിന് മുമ്പ് കണ്ടിട്ടില്ലേ, അവസാനം അന്തിമോപചാരമൊക്കെ അർപ്പിച്ച് കഴിഞ്ഞിട്ട് പെട്ടി മൂടാൻ നേരത്ത് ഇതിങ്ങനെ എടുത്ത് മക്കളുടെ കയ്യിലോട്ട് കൊടുക്കുന്നത് ഒന്ന് ഓർത്ത് നോക്ക്. അത് അന്ന് തുടങ്ങി. ഒന്നുകിൽ അത് കുഴി വെക്കുമായിരുന്നു, അന്ന് ടൂമ്പിൽ വെക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് കൈമാറി കൊടുക്കും. ഒരു ലെഗസിയാണ്, പ്രാർത്ഥനയുടെ ലെഗസി കൈമാറുന്ന രീതിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ 13-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ചില ചിത്രങ്ങളിലൊക്കെ, വിശുദ്ധരുടെ ചിത്രങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രയർ ബീഡ്സ് അവർ കൈ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പ്രയർ ബീഡ്സ്. അപ്പോൾ
അപ്പം നമ്മൾ ഓർത്തേക്കരുത് അന്നേ ജപമാല ഉണ്ടായിരുന്നോ, അന്നേ നമ്മളിപ്പോൾ കാണുന്ന റോസറി അന്നില്ല. പക്ഷേ ഈ പ്രയർ ബീഡ്സ് ഉണ്ട്, ഈ ജപമണികൾ വെച്ചുള്ള പ്രാർത്ഥനാ രീതി അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ക്രൂസൈഡ്സിന്, കുരിശുദ്ധത്തിനൊക്കെ പോയവർ, ആയുധധാരികളായി കുരിശുദ്ധത്തിന് പോയവരുടെ അരയിൽ എന്തും കൂടെ ഉണ്ടായിരുന്നു, ഈ പ്രയർ ബീഡ്സും കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർ മനസ്സിലാക്കി ഇതൊരു സ്പിരിച്വൽ വെപ്പണാണ്. അതുകൊണ്ടാണ് ഇന്നും നമുക്കറിയാമല്ലോ പല കോൺഗ്രിഗേഷൻസിലും ഒക്കെ ബെൽറ്റേൽ ഇതിടുന്നില്ലേ, ഇത് ആയുധമാണെന്നുള്ള കൺസെപ്റ്റാണ് ബെൽറ്റേൽ. സാധാരണ വാള് വെക്കുന്ന സ്ഥലമല്ലേ, ഇങ്ങോട്ടല്ലേ വാള് വെക്കുന്നത്. അതുപോലെ ഈ പ്രാർത്ഥനാ മണികൾ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നത് അത് ഒരു കോമൺ പ്രാക്ടീസ് ആയിട്ട് ബെൽറ്റിൽ ഇതിങ്ങനെ തൂക്കിയിടുന്നത് അന്നേ തുടങ്ങിയിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത്, അത് നമ്മൾ മെല്ലെ ഈ എപ്പിസോഡിലല്ലേ അടുത്ത എപ്പിസോഡിലൊക്കെ മനസ്സിലാക്കും. ഈ പാത്തർ നോസ്തർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവൂണ്ട വിഷ്മയ്യ ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അതിനുവേണ്ടി ഉപയോഗിച്ച ജപമണികൾ എങ്ങനെയാണ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനകളിലേക്ക് വഴിമാറിയത്, അത് ചൊല്ലാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. അതിനുള്ള കൃത്യസമയം ഒരുക്കുകയായിരുന്നു കർത്താവ്. അത് സമയമായത് 12-13 നൂറ്റാണ്ടിലാണ്. ഒരു മരിയൻ ഡിവോഷൻ സഭയിൽ കാര്യമായിട്ട് തിരിച്ചു വന്ന, അല്ലെങ്കിൽ അത് സഭ കൂടുതലായിട്ട് ഏറ്റെടുത്തൊരു കാലത്ത് ഇത് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയിലേക്ക് അത് മാറുകയായിരുന്നു. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ നേരം കൊണ്ട്? നല്ല തണുപ്പിലാണ് ഇരിക്കുന്നത്, 3-4 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ മരച്ചു പോകുന്നതൊന്നും തിരുമ്മിയെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. യെസ്, ഗുഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥന, പ്രയർ ബീഡ്സ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡ് തീരും. നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രാർത്ഥിച്ച് കേൾക്കുക. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ തലേ കയറുമെന്ന് വിചാരിക്കരുതേ. ഞാനിത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ സമയം എടുത്തിട്ടല്ലേ ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കേൾവിക്ക് ഇത് മനസ്സിലാക്കാമെന്ന് വാശി പിടിക്കരുത്. മനസ്സിലാകുന്നവരുണ്ട്, പക്ഷെ വീണ്ടും കേൾക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പരമാവധി ആളുകളിലേക്ക്, പരിശുദ്ധി അമ്മയുടെ സ്നേഹമുള്ളവർ, ജപമാല ചൊല്ലുന്നവർ, പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവെച്ച് കൊടുക്കണം. അടുത്തത് മരിയൻ സാൾട്ടർ. സാൾട്ടർ എന്നുള്ള വാക്ക് ഗീതങ്ങൾ എന്നുള്ളതാണ്. അത് ഈ സങ്കീർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളിനി അതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, ആശ്രമങ്ങളിൽ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. 150 സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അത് സന്യാസ ആശ്രമങ്ങളിലെ ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. നമുക്കറിയാം, ഇന്നും നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ സങ്കീർത്തനാലാപനങ്ങളില്ലേ, യാമപ്രാർത്ഥനകളിൽ സപ്രാ നമസ്കാരവും റംഷാ നമസ്കാരവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കറിയാം. അല്ലെങ്കിൽ ലെലിയായിലൊക്കെ മർമീസ എന്തോരമാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നത്. ഇത് ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നു, സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സന്യാസികളുണ്ടല്ലോ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ഉണ്ടാകുമല്ലോ, അന്നത്തെ കാലമല്ലേ, അങ്ങനെയുള്ളവർ. പിന്നെ ഈ ആശ്രമങ്ങൾക്ക് പുറത്തു നിന്ന് ഇവരുടെ ഈ ഗീതങ്ങളും പ്രാർത്ഥനകളും കേൾക്കുന്ന ലേ പീപ്പിൾ, അവർക്കും ആഗ്രഹം പ്രാർത്ഥിക്കാൻ. അപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി ഒരു മെത്തേഡ് രൂപപ്പെടുത്തി. എന്താ മെത്തേഡ്? അവർ അക്ഷരാഭ്യാസമില്ലാത്തവർ, ഈ സങ്കീർത്തനം മുഴുവൻ നോക്കി വായിക്കാൻ അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചു ചെല്ലാൻ ആവതില്ലാത്തവർ എന്ത് ചെയ്താൽ മതിയെന്നായി? 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലിയാൽ മതിയെന്നായി. അപ്പോൾ എങ്ങനെയാണ് 150 വന്നത്? 150 സങ്കീർത്തനത്തിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പുറത്ത് 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥന ചെല്ലാൻ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായി. എന്നിട്ട് അതിനെ വിളിച്ചിരുന്ന പേര് രസമാണ്, പൂവർ മാൻസ് ബ്രീവിയറി അല്ലെങ്കിൽ ഡിവൈൻ ഓഫീസ്. ബ്രീവിയറി എന്ന് വെച്ചാൽ യാമപ്രാർത്ഥന. അപ്പോൾ പൂവർ മാൻസ് ബ്രീവിയറി എന്നാണ് ഇതിന്, പാവപ്പെട്ടവൻ്റെ യാമപ്രാർത്ഥന എന്നാണ് ഈ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന, സങ്കീർത്തനവും പോട്ടെ, 150 സങ്കീർത്തനങ്ങൾക്ക് പകരം 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ മെത്തേഡിനെ വിളിച്ചതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 150ൻ്റെ ജപമണി, അത് ഭയങ്കര പാടല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയാൽ 150 ജപമണികൾ ഇങ്ങനെ ഒരു വലിയ മാല കോർത്ത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അടുത്തൊരു സംവിധാനം വന്നു. ഇതിങ്ങനെ മെല്ലെ കാലം ഇങ്ങനെ ഒരുക്കിയെടുക്കുകയാണേ. എന്നറിയാം, അടുത്തൊരു സംവിധാനം 50ൻ്റെ വന്നു. 50ൻ്റെ ജപമാല വന്നു, 50 ബീറ്റ്സ് ഉള്ള ജപമാല. അപ്പോൾ 50 3 പ്രാവശ്യം ചെല്ലുമ്പോൾ എന്തായി? 150 ആയി. അങ്ങനെ സംഭവിച്ചു. മെല്ലെ നോക്കിക്കേ, എന്ത് രസമായിട്ടാണ് ജപമാലയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേക്ക് പകരം ഏത് പ്രാർത്ഥന കയറി വരാൻ തുടങ്ങി? ഹെയിൽ മേരി, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഈ 50ൻ്റെ സെറ്റിന് ഒരു പേരും കൂടെ വന്നു, ചാപ്ലറ്റ്. നമ്മൾ പറയും ചാപ്ലറ്റ് എന്ന് പറയുന്നില്ലേ, റോസറി ചാപ്ലറ്റ്. 50ൻ്റെ സെറ്റിന്, ക്രൗൺ എന്നാണ് അതിൻ്റെ അർത്ഥം. 50ൻ്റെ സെറ്റിന് ചാപ്ലറ്റ് എന്നുള്ള പേര് വന്നു. ഈ കാലം എത്തിയപ്പോൾ, ഈ 11, 12, 13 നൂറ്റാണ്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഒരു റിവൈവൽ ഓഫ് മരിയൻ ഡിവോഷൻ, മാതൃഭക്തി, പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയുടെ ഒരു വലിയ റിവൈവൽ നടന്നു. ആ റിവൈവൽ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മൊണാസ്റ്റിക് റിഫോം, ആശ്രമങ്ങളുടെ റിഫോം മൂവ്മെൻറ്റ് നടന്നിട്ട് വിസ്ഡം ലിറ്ററേച്ചറിൽ, ഏതാ വിസ്ഡം ലിറ്ററേച്ചർ?
പഴയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ തോറ, നബീം, കെത്തുബീം. തോറ പഞ്ചഗ്രന്ഥങ്ങൾ, നിയമപുസ്തകം. നബീം പ്രവാചക ഗ്രന്ഥങ്ങൾ. കെത്തുബീം റൈറ്റിങ്സ്, വിസ്ഡം റൈറ്റിങ്സ്. അപ്പോൾ ഈ വിസ്ഡം റൈറ്റിങ്സിൽ മറിയത്തെ കൂടുതൽ അവർ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഈ വിസ്ഡം ലിറ്ററേച്ചറിൽ പ്രത്യേകിച്ച് ഈ സോങ് ഓഫ് സോളമൻ, സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതത്തിലെ ഈ സൗന്ദര്യ പ്രാവായിട്ട് മറിയത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രോവർബ്സിൻ്റെ ബുക്കിലെ സീറ്റ് ഓഫ് വിസ്ഡം, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായി മറിയത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ വിസ്ഡം ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ് എന്ത്? സങ്കീർത്തനങ്ങൾ. അപ്പോൾ സങ്കീർത്തനത്തിന് പകരമായി ചൊല്ലിക്കൊണ്ടിരുന്ന എന്ത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അങ്ങോട്ട് ഏത് കയറി? ഈ മരിയൻ ഡിവോഷൻ വന്നപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന കയറി. അങ്ങനെയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമണികളിലേക്ക് നന്മ നിറഞ്ഞ മറിയമേ കയറി വന്നത്. ഇനിയാണ് അടുത്തൊരു ചെറിയ ഡെവലപ്മെൻറ്റും കൂടെ ഉണ്ടായി. എന്താ അത്? അതായത് ഈ 15 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും കൂടി ഇതിനകത്ത് മെല്ലെ കയറി വന്നു. അപ്പോൾ 15 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ കയറിയപ്പോൾ അതിനെ 10ൻ്റെ സെറ്റാക്കി. എങ്ങനെ? 10 നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായ പിതാവേ. അപ്പോൾ 150നെ 15 സെറ്റായിട്ട് തിരിച്ചു. 15 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പ്രാർത്ഥന കയറി. അതിൻ്റെ കൂടെ ഡെക്കേഡ്സ് കൺസെപ്റ്റ് വന്നു. ഡെക്കേഡ്സ് എന്താ? 10 കൂടുന്നതാണ് ഡെക്കേഡ്സ്. ഓരോ 10ൻ്റെ കൂടെയും ഓരോ 10 നന്മ നിറഞ്ഞ മറിയമ്മയുടെയും കൂടെ എന്തും കൂടെ വന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കൂടെ മെല്ലെ കയറി വന്നു. അപ്പോൾ രക്ഷാകര രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവജനത്തിന് കരങ്ങളിലെടുക്കാൻ, പിശാചിനെതിരെ യുദ്ധം നയിക്കാൻ ഒരു ആയുധം കർത്താവ് ചരിത്രത്തിലൂടെ ഒരുക്കി വന്ന വഴിയാണ് നമ്മൾ ഈ കണ്ടത്. അതായത് 13-ാം നൂറ്റാണ്ടിൽ സ്വർഗം നമുക്ക് സമ്മാനിച്ചതാണ് ജപമാല എന്ന് പറയുമ്പോഴും നിങ്ങൾ അതിനെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അങ്ങ് എടുത്തു പോകുന്ന രീതിയിലായി പോകരുത്. ഇത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവമേ എന്ത് രസമായിട്ടാണ് ചരിത്രത്തിലിടപെട്ട കർത്താവേ. ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്രാർത്ഥനാ രൂപത്തെ നൂറ്റാണ്ടുകളെടുത്ത് ഞങ്ങൾക്കായി സഭ എന്ന വർക്ക്ഷോപ്പിൽ, പണിശാലയിൽ നീ ഒരുക്കിയും എടുത്ത കാരുണ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് യുദ്ധം, പിശാചിൻ്റെ യുദ്ധം. ഏറ്റവും വലിയ ആയുധം പാസ്കൽ മിസ്റ്ററീസാണ്. അവിടുന്ന് മാറരുത്, അതാണ് ആയുധം. ആ പാസ്കൽ മിസ്റ്ററീസ് വെച്ചൊരു ആയുധം ജനത്തിന് കയ്യിലെടുക്കാൻ കർത്താവ് കൊടുത്തു. ആ കൊടുത്ത ആയുധത്തെ ചരിത്രത്തിലൂടെ ഒരുക്കിയെടുത്തു. പ്രധാനപ്പെട്ട ഇന്നത്തെ തീം എന്തായിരുന്നു? 4 ആൻറ്റിസിഡൻസ്, കമ്പോണൻസ്. പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് ഈ ആയുധത്തിൻ്റെ. ഏതൊക്കെയായിരുന്നു അത്? നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, പ്രയർ ബീഡ്സ് ജപമണികൾ. ഒപ്പം ഈ 150 വന്നതെങ്ങനെ, അതിനെ ഡെക്കേഡ്സ് ആയിട്ട് മാറ്റിയതെങ്ങനെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എനിക്ക് വേണ്ടിയും ഫീഡ് മൈ ഷീപ്പിൻ്റെ മിനിസ്ട്രിയെയും ഒപ്പം എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന കുഞ്ഞുങ്ങളെ, കുറച്ച് കുട്ടികളുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത് ഭംഗിയായി നിങ്ങളിലേക്ക് എത്തുന്നത്. എൻ്റെ ഒരു ടീമുണ്ട് ഫീഡ് മൈ ഷീപ്പിൻ്റെ, അവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഓർമ്മിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, ഞങ്ങൾക്കായി ദൈവജനത്തിന് കരങ്ങളിലെടുത്ത് പിടിച്ച് മിശിഹാ രഹസ്യങ്ങളെ ധ്യാനിക്കാനും പിശാചിനെതിരെ യുദ്ധം ചെയ്യാനും രക്ഷാകര രഹസ്യങ്ങളാൽ, തിരുവചനത്താൽ നീ ചേർത്തൊരുക്കിയെടുത്ത് നൽകിയിരിക്കുന്ന ഈ വാളിനെ ഓർത്ത്, ജപമാല എന്ന വാളിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ബലവും കരുത്തുമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.